നമസ്കാരം. കലവറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്തെത്തി നിൽക്കുമ്പോഴത്തേന് നമുക്കൊരു ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ക്രിസ്മസിന് നമുക്ക് ഹോം മെയ്ഡ് വൈനും ക്രിസ്മസ് കേക്കും. അപ്പോൾ വൈൻ എങ്ങനെ ഇടുന്നതെന്ന് നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വൈൻ ഉണ്ടാക്കാം. ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇരിക്കുന്നതൊക്കെ. ഇത് 1/2 കിലോ മൈദയുണ്ട്. ഇച്ചിരി വലിയ കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു 5 മുട്ടയുണ്ട്. ഇത് 1/2 കിലോ ബട്ടറുണ്ട്. ഇത് ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ നമ്മൾ കളറിന് വേണ്ടിയിട്ട് പഞ്ചസാര കരിച്ച് ചേർക്കുന്നില്ല. അതിന് പകരം ബ്രൗൺ ഷുഗറാണ് മേടിച്ചിരിക്കുന്നത്. ബ്രൗൺ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതാണ്ട് ശർക്കര പൊടിച്ചതിൻ്റെ ആ ഒരു ഇത് വരും. ഇത് നമ്മുടെ ഫ്രൂട്ട് മിക്സ് കേക്കിനകത്തുള്ള ഇടാനുള്ള ഫ്രൂട്ട് മിക്സായിട്ട് ഞാൻ മേടിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതിനെ ഒന്നും ചെയ്യണ്ട. കേക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് നിന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഏകദേശം 1 കിലോ ഉണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെ 1/2 കിലോ എടുക്കുന്നുള്ളൂ. അപ്പം 1/2 കിലോ ഫ്രൂട്ട്സ്. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ, പിന്നെ സോഡാപ്പൊടി. അപ്പോൾ ഇത് രണ്ടും നമുക്കൊരു 1/4 ടീസ്പൂൺ വീതം ഇട്ടാൽ മതി. ഈ പൗഡർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മിക്സിങ്ങിലേക്ക് കിടക്കാം. ആദ്യമേ നമുക്ക് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 5 മുട്ട ഇവിടെ പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ സമയത്ത് നമുക്ക് ഈ ബട്ടറിനെ ഒന്ന് ഉരുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഈ ഉരുക്കി വെച്ചേക്കുന്ന ബട്ടർ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബ്രൗൺ ഷുഗർ 1/2 കിലോ ഉണ്ട്. ഇതിനെ കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ ബട്ടറും ഇട്ട് ഷുഗറും ഇട്ട് മിക്സ് ചെയ്തു. ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു ശകലം വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മതി. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു 5 ഗ്രാമ്പു പൊടിച്ച് വെച്ചിട്ടുണ്ട്. 5 ഗ്രാമ്പു അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത് നമുക്ക് ഈ ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂൺ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ, നമ്മുടെ ബേക്കിംഗ് സോഡ അതുകൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മതി. അതും കൂടെ ഇട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പൊടിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പൊടി നമുക്ക് കുറേശ്ശെ ഇട്ട് അതിനെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് ഒരു 300 ഗ്രാം ഇതെടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക. നമുക്ക് ആവശ്യത്തിന് 1/2 കിലോ വരെയൊക്കെ ചേർക്കാം. നമ്മൾ 1/2 കിലോ പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ അത്രയും ചേർക്കുന്നില്ല. ഞാനൊരു 300 ഗ്രാം ഫ്രൂട്ട്സാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിനെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്ന ടിന്നിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഇതാകുമ്പോഴത്തേനും നമുക്ക് ഇളക്കി എടുക്കാനുള്ള എളുപ്പമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നമുക്കിതിനെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഹാഫ് ട്രേ ഒഴിക്കാവുള്ളൂ. ഹാഫ് ട്രേ അല്ലെങ്കിൽ പിന്നെ അത് നിറഞ്ഞ് വലിയ ഇതായി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. 170 ഡിഗ്രിയിൽ വെച്ചിട്ട് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിനെ എടുത്ത് അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും 2 സൈസ് ആയതുകൊണ്ട് കുക്കിങ്ങിൻ്റെ ടൈമിൽ വ്യത്യാസം വരും. ഒരു 1.5-2 മണിക്കൂറോളം എടുക്കും വലുത് കുക്കായി വരാനായിട്ട്. ചെറുത് ചിലപ്പോൾ ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ കുക്കായി വരുമായിരിക്കും. നമുക്കിപ്പോൾ ഇതിന് അകത്ത് കയറ്റി വെക്കാം. നമുക്ക് ഇതിൻ്റെ മുകൾ വശം വാടിയതിന് ശേഷം നമുക്കൊരു പേപ്പർ ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം. കാരണം ഇതിൻ്റെ മേൾ വശം പെട്ടെന്ന് ബേണാകാതിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ തന്നെ ഒന്ന് ഇതിൻ്റെ മേളിൽ ഇട്ടാൽ മതി. അപ്പോൾ നമുക്കിനി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിപ്പോൾ ഈ ഓവനെ അങ്ങോട്ടൊന്ന് ഓഫ് ചെയ്യും. ഇനി നമുക്ക് കേക്കിനെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. വേണ്ട, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമുക്കൊന്ന് കുറച്ച് നേരം തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് മുറിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കേക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നൊരു സ്പെഷ്യൽ ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ആളാണ്. ഇതിനു മുമ്പും നമ്മുടെ ടേസ്റ്റ് സെക്ഷനിലൊക്കെ വന്നിട്ടുള്ളതാണ് നമ്മുടെ അമൃത. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് അമൃതയ്ക്ക് ഒരു പീസ് കൊടുക്കാം. അമൃത എന്നാ പറയുമെന്നറിയാം. വലിയ ഒരു പകുതി എടുക്കാം. അപ്പോൾ അമൃതയ്ക്ക് നമ്മുടെ കേക്കും വൈനും കൂടെ, നമ്മുടെ ഹോം മെയ്ഡ് വൈനാണ്. വൈൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുക്കാറായിട്ടില്ല ക്രിസ്മസിനുള്ള വൈൻ. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വൈനാണ്. അപ്പോൾ അമൃത എന്നാ
ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകട്ടോ. കണ്ടപ്പോൾ നല്ല സ്പോഞ്ച് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. കഴിച്ചു കൂടെ നോക്കട്ടെ. അടിപൊളിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. നമ്മൾ ശരിക്കും നാട്ടിൽ കിട്ടുന്ന പ്ലം കേക്കിൻ്റെ അതേ കൺസിസ്റ്റൻസി, അതേ ടേസ്റ്റ്. ഞാൻ ഇതിന് മുമ്പും പ്ലം കേക്ക് കഴിച്ചിട്ടുണ്ട്, ചേട്ടൻ ഉണ്ടാക്കി തന്നെ. ഇത് ഒന്നുകൂടെ നന്നായിട്ടുണ്ട്. നല്ല അടിപൊളി കേക്ക്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ, നമ്മുടെ കേക്ക്, പ്ലം കേക്ക്, ക്രിസ്മസിനുള്ള കേക്ക് എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല വൈനൊക്കെ ഉണ്ടാക്കി ക്രിസ്മസിന് കേക്കും വൈനും കൂടെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ ഓക്കെ, ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഓൾ.